വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റതിന് ശേഷം മെസ്സിയും ടീമും അർജന്റീനയിലേക്ക് പോണ സമയത്ത് അവിടെ അവരെന്നെ കാത്തിരുന്നത് ഒഴിഞ്ഞ തെരുവുകളല്ലട്ട, പകരം ഇത്രയും വലിയൊരു ജനക്കൂട്ടായിരുന്നു. 2022 വേൾഡ് കപ്പ് ജയിച്ചിട്ട് പോലും ഇതുപോലൊരു സെലിബ്രേഷൻ അർജന്റീന കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ബ്രസീലിന്റെ മികച്ച പ്ലെയർ ആയിട്ടുള്ള നെയ്മർ പോലും ഈ വേൾഡ് കപ്പിന് ശേഷം വിരമിക്കുക എന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഓൾറെഡി വിരമിക്കുന്ന കാര്യം പറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ സ്വന്തം മെസ്സി ഈ വേൾഡ് കപ്പോട് കൂടിയിട്ട് വിരമിക്കുന്നില്ല ഗൈസ് എന്നാണ് ഒഫീഷ്യലി ഇപ്പോൾ അവരുടെ ടീം നമ്മളതിനെ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ 2030 വേൾഡ് കപ്പിലും മെസ്സി കളിക്കും എന്നാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട്സ്. അതൊരു തരത്തിൽ ശരിയാവാനാണ് സാധ്യത. കാരണം മറ്റു പ്ലേയേഴ്സിനെ പോലെ അത്ര അഗ്രസീവ് ആയിട്ടല്ല മെസ്സി കളിക്കാറ്. മിക്ക സമയത്തും മെസ്സി ഗ്രൗണ്ടിൽ വെറുതെ നടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് മാക്സിമം എനർജി ഉപയോഗിച്ചിട്ട് അടിപൊളി ഗോളുകൾ അടിക്കാറുള്ളത്. എന്തായാലും മെസ്സി വിരമിക്കാത്തതുകൊണ്ട് തന്നെ 2028 നടക്കാൻ പോകുന്ന കോപ്പ അമേരിക്ക മത്സരത്തിൽ അർജന്റീന ടീമിൽ മെസ്സി കളിക്കും. എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 അർജന്റീന ടീമിൽ മെസ്സി കളിക്കുന്ന സമയത്ത് മെസ്സിയുടെ മൂത്ത മകനായിട്ടുള്ള തിയാഗോയും ആ ഒരു ടീമിൽ കളിക്കൂട്ട. 2026 വേൾഡ് കപ്പിൽ സ്പെയിനുമായിട്ട് അർജന്റീന തോറ്റെങ്കിലും അടുത്തൊരു മത്സരത്തിൽ ഈ നവംബറിൽ തന്നെ സ്പെയിനായിട്ട് നേരിടാൻ പോവാണ് അർജന്റീന. നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയും ഫൈനലിസിമ കപ്പിന് വേണ്ടിയിട്ട് ഏറ്റുമുട്ടും. അന്ന് കാണാം അർജന്റീന ടീമിന്റെ പ്രതികാരം.